Dear students, in this video I will be discussing the conservation laws in electrodynamics. ഈ വീഡിയോ ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഗ്രിഫിത്ത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോഡൈനാമിക്സ് ബൈ ഡേവിഡ് ജെ ഗ്രിഫിത്ത് എന്നുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഇതെല്ലാവരുടെ അടുത്തും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാം, ഞാൻ അയച്ചു തരാം. ഓക്കെ, നൗ മൊഡ്യൂൾ 2-ൽ കുറച്ച് വീഡിയോസ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗം നിങ്ങൾ അത് വെച്ച് പഠിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ചില പോർഷൻസ് അതിൽ മിസ്സിംഗ് ആയിരുന്നു. ആ പോർഷനാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നോ രണ്ടോ വീഡിയോ ആയിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ബേസിക്കലി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കൺസർവേഷൻ ലോസും പൊട്ടൻഷ്യൽ ഫോർമുലേഷൻ ഓഫ് ഇലക്ട്രോഡൈനാമിക്സും. അപ്പോൾ ഈ വീഡിയോയിൽ കൺസർവേഷൻ ലോസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ കൺസർവേഷൻ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is conservation എന്ന് പറഞ്ഞാൽ there is something is constant with respect to time അല്ല. ഇപ്പോൾ ചാർജ് ആണെങ്കിൽ ചാർജ് ഒരു റീജിയനിലൊരു ചാർജ് ടൈമിനനുസരിച്ച് മാറുന്നേ ഇല്ലെങ്കിൽ ആ റീജിയനിലുള്ള ചാർജിന് നമുക്ക് കൺസേർവ്ഡ് ആണ് എന്ന് പറയാം. ഓക്കെ, അത് എങ്ങോട്ടും പോകുന്നില്ല, ആ റീജിയനിൽ തന്നെ കൺഫൈൻ ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ വി ക്യാൻ ടെൽ ദാറ്റ് ദ ചാർജ് ഈസ് കൺസേർവ്ഡ് ഇൻ ദാറ്റ് റീജിയൻ. പക്ഷെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല. കാര്യം നമ്മൾ ആ റീജിയൻ്റെ ഉള്ളിലുള്ള ചാർജിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ നമുക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ഗ്ലോബൽ കൺസർവേഷൻ ലോ പറയാൻ പറ്റും. ഗ്ലോബൽ കൺസർവേഷൻ ലോ എന്ന് പറയുന്നത് എൻറ്റയർ യൂണിവേഴ്സിൽ, നമ്മുടെ ഗാലക്സീസും ഒക്കെ ഉൾപ്പെടുന്ന എൻറ്റയർ യൂണിവേഴ്സിലുള്ള ടോട്ടൽ ചാർജ് കൺസേർവ്ഡ് ആണ് എന്ന് പറയാൻ പറ്റും. പിന്നെ ഗ്ലോബൽ കൺസർവേഷൻ ലോ എന്ന് പറയും. പക്ഷേ ദർ ഇസ് എ സ്ട്രോങ്ങർ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് കോൾഡ് ലോക്കൽ കൺസർവേഷൻ ലോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ റീജിയൻ, ഇപ്പോൾ ഒരു റീജിയനിൽ ചാർജസ് ഉണ്ട്, അത് അനങ്ങുന്നേ ഇല്ലെങ്കിൽ ആ റീജിയനിൽ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം. പക്ഷേ ഇൻ ജനറൽ ഒരു റീജിയനിലുള്ള ചാർജ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും, പുറത്തോട്ടും അകത്തോട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഡിസ്പേഴ്സ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കേസിൽ നമുക്ക് ഒരു ലോക്കൽ കൺസർവേഷൻ ലോ ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ കൺസിഡർ ചെയ്യാം, ഒരു റീജിയനിൽ കുറേ ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ദാറ്റ് ഈ ഒരു റീജിയനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ സർഫസ് എസ് എന്നുള്ളതുകൊണ്ട് സൂചിപ്പിച്ചു. ഒരു സ്ഫെറിക്കൽ റീജിയനാണ്, അവിടെ കുറേ ചാർജസ് ഉണ്ട്. അത് അകത്തോട്ടും പുറത്തോട്ടൊക്കെ പോകാൻ പറ്റും. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു സർഫസിനുള്ളൊരു ചാർജാണ്. ഈ സർഫസിന് അകത്തോട്ടും പുറത്തോട്ടും, പുറത്തു നിന്ന് ചാർജസിന് ഈ സർഫസിനുള്ളിലേക്ക് കയറാം, ഇതിനകത്തുള്ള ചാർജസ് പുറത്തോട്ടും പോകാം. ഓക്കെ, സോ അറ്റ് എ ടൈം ടി ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ അവിടെയുള്ള ചാർജ് ക്യൂ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ടോട്ടൽ ചാർജ് ക്യൂ ആണ്. സോ ആ ചാർജിലുള്ള ചേഞ്ച്, അതായത് സർഫസിനുള്ള ചാർജിന് ചേഞ്ചസ് ഉണ്ടാവുക എപ്പോഴാണ്? പുറത്തുനിന്ന് ചാർജസ് അകത്തോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ചാർജസ് പുറത്തോട്ട് പോകുമ്പോഴോ. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ദ ടോട്ടൽ ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാൽ ഡി ക്യൂ ബൈ ഡി ടി ആണ്. ഓക്കെ, ആ ഡി ക്യൂ ബൈ ഡി ടി ചേഞ്ച് ഉണ്ടാവാൻ കാര്യം ചാർജസ് മേ മൂവ് ഇൻ ഓർ ഔട്ട്. ഓക്കെ, അപ്പം അകത്തോട്ടും പുറത്തോട്ടും ഒക്കെ പോകുന്ന സമയത്ത് ഈ സർഫസ് ക്രോസ് ചെയ്തിട്ടാണ് ചാർജസ് പോകുന്നത്. സോ അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു സർഫസിലൂടെ ചാർജസ് ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് വി ക്യാൻ ഡിഫൈൻ എ കറണ്ട് ഡെൻസിറ്റി വെക്ടർ അല്ലേ. അപ്പം നമുക്കറിയാം കറണ്ട് ഡെൻസിറ്റി വെക്ടർ എന്താണ്. ഈ ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞ കോഴ്സിൽ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോഡൈനാമിക്സ് 1-ൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡെഫിനിഷൻ അറിയണമെങ്കിൽ പേജ് നമ്പർ 220 നോക്കുക, ഗ്രിഫിത്തിൻ്റെ പേജ് 4th എഡിഷനിൽ ഇക്വേഷൻ 525 ആണ്. ഓക്കെ, അത് പറയുന്നത് കറണ്ട് ഡെൻസിറ്റി വെക്ടർ ഈസ് ഈക്വൽ ടു ഡി ഐ ബൈ കറണ്ട് ചേഞ്ച് ഇൻ കറണ്ട് ഡിവൈഡഡ് ബൈ ഡി എ പെർപെൻഡിക്കുലർ. അതായത് ഒരു ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയയിലൂടെ കടന്നു പോകുന്ന കറണ്ട് ആണ് കറണ്ട് ഡെൻസിറ്റി വെക്ടർ ജെ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ആയി ജെ ഡി എ പെർപെൻഡിക്കുലർ എന്ന് കൂടി വരും. എന്നിട്ട് ഐ കാണണമെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ടോട്ടൽ കറണ്ട് കാണണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ഓവർ ദ ഹോൾ സർഫസ് ആൻഡ് ഡി എ പെർപെൻഡിക്കുലർ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡോട്ട് കോസ് തീറ്റ കമ്പോണൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഡി എ പെർപെൻഡിക്കുലർ എന്നാണ് വരിക. ഓക്കെ, സോ ദിസ് ഈസ് ദ കറണ്ട്. ഓക്കെ, അപ്പോൾ ചാർജ് കുറയുന്ന സമയത്ത് ഇവിടെ ഈ റീജിയനിൽ ചാർജ് കുറയാന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? കുറയാന്നുള്ള മീനിങ് ചാർജസ് പുറത്തോട്ട് പോവുകയാണ്. ഓക്കെ, ഇവിടെയുള്ള ചാർജ് കൂടുക എന്നുള്ളതിൻ്റെ മീനിങ് പുറത്തുനിന്ന് ചാർജ് ഈ സർഫസിനുള്ളിലേക്ക് വന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ഡി ക്യൂ ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് അതായത് ഇവിടെ ഒരു മൈനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ മൈനസ് ഐ.
ഓക്കെ, മൈനസ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചാർജ് കുറയുമ്പോൾ ഇവിടെയുള്ള ചാർജ് കുറയുന്ന സമയത്ത് കറണ്ട് പുറത്തോട്ടാണ് പോകുന്നത്. പുറത്തോട്ട് പോകുന്നുള്ളതുകൊണ്ട് മൈനസ് ആയി എന്ന് കൊടുത്തു. അപ്പോൾ ചാർജ് കൂടുന്ന സമയത്ത് പുറത്തു നിന്നും ചാർജസ് അകത്തോട്ടാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ ആ ഒരു കൺവെൻഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നൗ ചാർജ് നമുക്ക് ചാർജ് ഡെൻസിറ്റിയുടെ ടേംസിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഈ സർഫസിനകത്തുള്ള എല്ലാ ചാർജിൻ്റെയും ഡെൻസിറ്റി, അതായത് ചാർജ് പെർ യൂണിറ്റ് വോളിയം ആണ് റോ എന്ന് പറയുന്നത്, ചാർജ് ഡെൻസിറ്റി. ഓക്കെ, ചാർജ് ഡെൻസിറ്റി റോ ആണെങ്കിൽ നമുക്ക് ചാർജ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ വോളിയം ഇൻറ്റഗ്രൽ റോ ഡി ടോ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഡി ബൈ ഡി ടി അതിവിടെ കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റഗ്രൽ വോളിയം ഇൻറ്റഗ്രൽ റോ ഡി ടോ എന്ന് കൊടുത്തു ക്യൂക്ക് പകരം. എന്നിട്ട് ഐക്ക് പകരം കറണ്ട് ഡെൻസിറ്റിയുടെ ടേംസിൽ നമുക്കുള്ള ഡെഫിനിഷൻ വെച്ചിട്ട് കിട്ടിയത് ഇവിടെ കൊടുത്തു. ഓക്കെ, നൗ ഈ ഡെറിവേറ്റീവ് ഇൻറ്റഗ്രലിനകത്തോട്ട് കയറ്റുന്ന സമയത്ത് നമുക്കറിയാം ഡി ടോ എന്ന് പറഞ്ഞാൽ വോളിയം എലമെൻ്റ് ആണ്, ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അത് ഡെറിവേറ്റീവ് എടുക്കേണ്ട കാര്യമില്ല, കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. പിന്നെ ടൈമിനനുസരിച്ച് മാറുന്ന ക്വാണ്ടിറ്റി റോ ആണ്, ചാർജ് ഡെൻസിറ്റിയാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഡി റോ ബൈ ഡി ടി എന്ന്. അപ്പോൾ ഡെറിവേറ്റീവ് അകത്തോട്ട് കടന്ന സമയത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, നൗ അപ്പോൾ ഈ ഇൻറ്റഗ്രൽ മാറി വോളിയം ഇൻറ്റഗ്രൽ ഡി റോ ബൈ ഡി ടി ഡി ടോ ആയി. റൈറ്റ് സൈഡിൽ അതുപോലെ തന്നെ എഴുതും. ഓക്കെ, നൗ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ഡൈവർജൻസ് തിയറം അപ്ലൈ ചെയ്യാം. ഡൈവർജൻസ് തിയറം എന്താ പറയുന്നത്? ഫോർ എ ജനറൽ വെക്ടർ എ, ഇപ്പം എ എന്നുള്ളതൊരു ജനറൽ വെക്ടറാണ്, ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ എ ഡോട്ട് ഡി എ ഈസ് ഇക്വൽ ടു വോളിയം ഇൻറ്റഗ്രൽ ഡോട്ട് ഡെൽ ഡോട്ട് എ ഡി ടോ. അപ്പം ഈ ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രലിനെ വോളിയം ഇൻറ്റഗ്രലായിട്ട് ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെയുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഡൈവർജൻസ് ഓഫ് ദീസ് വെക്ടർ ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഉള്ളത് ജെ ആണ്. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് വോളിയം ഇൻറ്റഗ്രലായിട്ട് മാറ്റിയപ്പോൾ ഡെൽ ഡോട്ട് ജെ ഡി ടോ എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഇത് കമ്പയർ ചെയ്യണം. ഈ രണ്ട് ലെഫ്റ്റും റൈറ്റും ഉള്ള ക്വാണ്ടിറ്റീസ് കമ്പയർ ചെയ്യുക. അപ്പം ഡി ടോ രണ്ട് ഇൻറ്റഗ്രലും വോളിയം ഇൻറ്റഗ്രലാണ്, ഇത് കോമൺ ആണ്, ഡി ടോ കോമൺ ആണ്. അപ്പം അതിൻ്റെ ഇൻറ്റഗ്രാൻഡും സെയിം ആയിരിക്കണം. ഓക്കെ, ബിക്കോസ് ദിസ് ഈസ് ഈക്വൽ അല്ലേ, ഇതൊരു ഇക്വേഷനാണ്, രണ്ട് സൈഡിലും ഈക്വൽ ആയതുകൊണ്ട് അതിൻ്റെ ഇൻറ്റഗ്രാൻഡ്സ് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, സോ വിൽ ഗെറ്റ് മൈനസ് ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു ഡോ റോ ബൈ ഡോ ടി എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി. ഈ ഇക്വേഷൻ പറയുന്ന പേരാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ, വെർ ജെ ഈസ് ദ കറണ്ട് ഡെൻസിറ്റി വെക്ടർ ആൻഡ് റോ ഈസ് ദ ചാർജ് ഡെൻസിറ്റി ഇൻ ദാറ്റ് റീജിയൻ. ഓക്കെ, അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് കൺസർവേഷൻ ലോ. ഓക്കെ, ഇതിൻ്റെ മീനിങ് ശരിക്കും എന്താണ്? മീനിങ് ഇത്രയേ ഉള്ളൂ, ഒരു റീജിയണിൽ ചാർജിന് ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് കറണ്ട് പുറത്തോട്ടോ അകത്തോട്ടോ വരാം. ഓക്കെ, അപ്പോൾ ചാർജ് കൂടുന്ന സമയത്ത് ഈ റീജിയണിൽ ചാർജ് കൂടുന്ന സമയത്ത് ഒരു കറണ്ട് ഉള്ളിലേക്ക് വരുന്നു, അതുപോലെ ചാർജ് കുറയുന്ന സമയത്ത് ചാർജ് പുറത്തോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ചാർജിൻ്റെ ഫ്ലോയ്ക്ക് ഉള്ള ഇക്വേഷൻ, ഫ്ലോവിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so this gives you an idea about the conservation of the charges. So this is local conservation law. Okay, local charge conservation law. Now we can have conservation law for energy, that is also known as Poynting's theorem. Okay, conservation of energy ക്ക് Poynting's theorem എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ വർക്ക് എനർജി തിയറം ഓഫ് ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയും. വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്നാണ് അല്ലേ. അപ്പോൾ ഇത് അതിന് അനലോഗസ് ആയിട്ട് ഇലക്ട്രോഡൈനാമിക്സിലുള്ള കൺസർവേഷൻ ലോ ആണ് പോയിൻറ്റിങ്സ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ ആയിട്ട് എസ് ഐ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്, അതുപോലെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ വർക്ക് ഡൺ ഓൺ ദ ചാർജസ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു decrease in energy remaining in the fields less the energy flowed out through the surface. അതായത് ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷനും കറണ്ട് ഡിസ്ട്രിബ്യൂഷനും ഉള്ള ഒരു കോൺഫിഗറേഷൻ ആണെങ്കിൽ, ഒരു സിസ്റ്റം ആണെങ്കിൽ, അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ ഓൺ ദ ചാർജസ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക്, ചാർജിൽ
ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഡിക്രീസിങ് എനർജി റിമൈനിങ് ഇൻ ദ ഫീൽഡ്സ്. ആ ഫീൽഡിൽ റിമൈൻ ചെയ്യുന്ന എനർജി മൈനസ് ദ എനർജി ഫ്ലോസ് ഔട്ട് ത്രൂ ദ സർഫസ്. ഓക്കെ, ആ സർഫസിലൂടെ ഫ്ലോ ചെയ്യുന്ന ഒഴുകി പുറത്തോട്ട് പോയ എനർജിക്കും ഈക്വലായിരിക്കും. ഓക്കെ, സോ ദ എനർജി പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ ട്രാൻസ്പോർട്ടഡ് ബൈ ദ ഫീൽഡ് ഈസ് കാൾഡ് പോയിൻറ്റിങ്സ് വെക്ടർ. ഓക്കെ, അപ്പോൾ ഈ വെക്ടർ എന്താണ്, ഇതിൻ്റെ മീനിങ് എന്താണ് എന്നൊക്കെ നമുക്ക് ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മളൊരു വെക്ടർ ഡിഫൈൻ ചെയ്യുകയാണ്. ആ വെക്ടർ എന്ന് പറഞ്ഞാൽ 1/μ0 E ക്രോസ് B ആണ്, വെർ E ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് B ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അതിൻ്റെ മീനിങ് ഇതാണ്, ഇറ്റ്സ് ദ എനർജി പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ ട്രാൻസ്പോർട്ടഡ് ബൈ ദ ഫീൽഡ്സ്. ഓക്കെ, നൗ ഇതിൻ്റെ ഡെറിവേഷൻ നോക്കാം. പോയിൻറ്റിങ്സ് തിയറത്തിൻ്റെ ഡെറിവേഷൻ നോക്കാം. ഓക്കെ, നമുക്കറിയാം ഒരു കളക്ഷൻ ഓഫ് ചാർജസ്, ഇപ്പോൾ Q1 Q2 Q3 ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ചാർജസ് അസംബിൾ ചെയ്യാൻ വേണ്ട എനർജി ഓർ വർക്ക് ഡൺ എന്ന് പറയുന്നത് WE ഈക്വൽ ടു ε0/2 വോളിയം ഇൻറ്റഗ്രൽ ഓഫ് E സ്ക്വയർ d ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ വർക്ക് ഡൺ ഫോർ അസംബ്ലിങ് ദ ചാർജ്, അസംബ്ലിങ് എ സ്റ്റാറ്റിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. ഇതിൻ്റെ ഡെറിവേഷനൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എസ്സേ ആയിട്ട് ചോദിച്ചതാണ്. ഓക്കെ, അതുപോലെ തന്നെ കറണ്ട്സ് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദ വർക്ക് റിക്വയർഡ് ടു ഗെറ്റ് ദ കറണ്ട്സ് ഗോയിങ് അഗെയിൻസ്റ്റ് ദ ബാക്ക് EMF, എനർജി സ്റ്റോർഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു WM ഈക്വൽ ടു 1/2μ0 B സ്ക്വയർ d2. ഇത് രണ്ടും ഏകദേശം ഒരേപോലെ വരും. ഇക്ക് പകരം B വരും, ε0ക്ക് പകരം 1/μ0 ആണ് വരും. ഓക്കെ, സോ ദിസ് ഇസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദിസ് ഇസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി സ്റ്റോർഡ് ഇൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, സോ ഇത് എനർജി സ്റ്റോർഡ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡാണ്, കാര്യം ഇത് ഇൻ്റഗ്രേറ്റഡ് ഓവർ ദ വോളിയമാണ്. പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഇൻ്റഗ്രാൻഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ ഹാഫ് ε0 E സ്ക്വയർ എടുക്കുക, ഇവിടെ ഹാഫ് μ0 D സ്ക്വയർ എടുക്കുക. അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എ ടോട്ടൽ എനർജി സ്റ്റോർഡ് ഇൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, നൗ സപ്പോസ് വി ഹാവ് സം ചാർജ് ആൻഡ് കറണ്ട് കോൺഫിഗറേഷൻ. കുറച്ച് ചാർജസ് ഉണ്ട്, കുറച്ച് കറണ്ട്സ് ഫ്ലോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, അറ്റ് ടൈം ടി എന്നുള്ള ഒരു ഇൻസ്റ്റൻറ്റിൽ, ആൻഡ് വിച്ച് പ്രൊഡ്യൂസസ് ഇലക്ട്രിക് ഫീൽഡ് E ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് B. ഓക്കെ, ആ ഒരു കറണ്ടും ചാർജസും ഇത്രയും ഒരു എനർജി ഡെൻസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നൗ ഇൻ ദ നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ് DT, വളരെ ഒരു ഷോർട്ട് ടൈം ഇൻ്റർവെല്ലിൽ ഈ ചാർജസ് മൂവ് ചെയ്യാമെന്നൊക്കെ. ഓക്കെ, പുറത്തോട്ടോ അകത്തോട്ടോ മൂവ് ചെയ്യാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സർഫസിനോട്ടോ പുറത്തോട്ടോ അകത്തോട്ടൊക്കെ മൂവ് ചെയ്യണം. സോ ദ വർക്ക് ഡൺ ബൈ ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജസ്, ആ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ചെറിയ ഷോർട്ട് ടൈമിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ് കൊണ്ട് ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ്. DW ഈക്വൽ ടു F.dl. നമ്മൾ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷനാണ് F.ds ഓർ F.dl. F എന്ന് പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സാണ്, നമുക്കറിയാം അത് ലോറൻസ് ഫോഴ്സാണ്. സോ QE പ്ലസ് V ക്രോസ് B വരും, .dl എന്ന് വരും. ഓക്കെ, നൗ ഇത് എക്സ്പാൻഡ് ചെയ്യുക, QE പ്ലസ് V ക്രോസ് B. DL നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം വെലോസിറ്റി ഓഫ് ദ ചാർജ്, വെലോസിറ്റി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ, ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന വെലോസിറ്റി ഓഫ് ദ ചാർജസ് എന്ന് പറയുന്നത് V ഈക്വൽ ടു dl/dt ആണ്. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് DL ഈക്വൽ ടു Vdt എന്ന് എഴുതാം. ഓക്കെ, DL ഈക്വൽ ടു Vdt. ഇനി അത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് മുന്നേ ചെയ്ത ഒരു ഡെറിവേഷനാണ്. കാര്യം ഇത് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ പാർട്ടാണ്. മാഗ്നറ്റിക് ഫോഴ്സ് ഡു നോ വർക്ക് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന V ക്രോസ് B വരും, ഇവിടെ Vdt വരും. ഈ ട്രിപ്പിൾ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഇത് സീറോ ആവാൻ കാരണം V ക്രോസ് B ഈസ് എ വെക്റ്റർ which is perpendicular to V and P. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ആംഗിൾ എത്ര വരും? V ക്രോസ് ബിയുടെയും ഇടയ്ക്കുള്ള ആംഗിൾ 90 വരും. ഈ ഡോട്ട് പ്രോഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് cos 90 വരും. cos 90 is 0. So which says that magnetic force do no work. ഇവിടെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് ഡു നോ വർക്ക് എന്നാണ്. ഈ ടേം 0 ആയി, ബാക്കിയുള്ള ടേം
Q into E dot V dt വരും. ഓക്കെ, ചാർജിനെ നമുക്ക് അഗെയിൻ നമുക്ക് ചാർജ് ഡെൻസിറ്റിയുടെ ടേംസിൽ എഴുതാം. ഇൻറ്റഗ്രൽ വോളിയം ഇൻറ്റഗ്രൽ റോ ഡി ടോ, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റോ ഡി ടോ E dot V dt. ഓക്കെ, നൗ റോ ഇൻറ്റു വി എന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റി വെക്ടറാണ്. ഓക്കെ, ചാർജ് ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റി വെക്ടർ ജെ ആണ്. സോ യു ക്യാൻ സിംപ്ലിഫൈ ഇറ്റ് ഇ ഡോട്ട് ജെ ഡി ടോ എന്ന് എഴുതാം. ഓക്കെ, നൗ ഇ ഡോട്ട് ജെ ഇസ് ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം പെർ യൂണിറ്റ് ടൈം. ഇ ഡോട്ട് ജെ എന്ന് മാത്രം, ഈ ഒരു ടേം മാത്രം എടുക്കുകയാണ്, ഈ ഇൻ്റഗ്രൻ്റ് മാത്രം എടുക്കുകയാണ്. ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം പെർ യൂണിറ്റ് ടൈം. സോ നമുക്കതിന് പറയാം വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം പെർ യൂണിറ്റ് ടൈം എന്താണ്? പവർ ഡെലിവേർഡ് പെർ യൂണിറ്റ് ടൈം. സോ ഇറ്റ്സ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ പവർ ഡെലിവേർഡ് പെർ യൂണിറ്റ് ടൈം. ഓക്കെ, നൗ ഈ ഒരു ടേം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇ ഡോട്ട് ജെ, ജെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആംബിയസ് ലോ, മോഡിഫൈഡ് ആംബിയസ് ലോ വെച്ചിട്ട്. ഓക്കെ, ആദ്യം മാക്സ്വെൽ വരുന്നതിന് മുന്നേ ആംബിയസ് ലോ എന്തായിരുന്നു? ഡെൽ ക്രോസ് ബി ഈക്വൽ ടു മ്യൂ സീറോ ജെ ആയിരുന്നു. പിന്നീട് അത് മാക്സ്വെൽ മോഡിഫൈ ചെയ്തു, ഒരു അഡീഷണൽ ടേം ആഡ് ചെയ്തു. ഈ ടേമിൽ എപ്സിലോൺ സീറോ ഡോ ഇ ബൈ ഡോ ടി എന്നുള്ള ടേമിന് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഷെയർ ചെയ്ത സമയത്ത് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഒരു 100% നമ്മുടെ ഈ ഒരു എക്സാമിന് ചോദിക്കും. ഹൗ മാക്സ്വെൽ മോഡിഫൈഡ് ആംബിയസ് ലോ. ഓക്കെ ഓക്കെ, നൗ കമ്മിങ് ബാക്ക് ടു അവർ ഡിസ്കഷൻ. ഇതിൽ നിന്ന് നമുക്ക് ജെയ്ക്ക് ഒരു എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, എന്നിട്ട് ത്രൂ ഔട്ട് മ്യൂ സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് ജെ നിൽക്കുള്ളൂ 1 ബൈ മ്യൂ സീറോ ഡെൽ ക്രോസ് ബി മൈനസ് എപ്സിലോൺ സീറോ ഡോ ഇ ബൈ ഡോ ടി എന്ന് വരും. അവിടെ ഈ ഒരു എക്സ്പ്രഷൻ ഇ ഡോട്ട് ജെയുടെ എക്സ്പ്രഷനിൽ ജെയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ജെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടേം 1 ബൈ മ്യൂ സീറോ ഇ ഡോട്ട് ഡെൽ ക്രോസ് ബി മൈനസ് എപ്സിലോൺ സീറോ ഇ ഡോ ഇ ബൈ ഡോ ടി എന്ന് വരും. ഓക്കെ, നൗ നമുക്ക് ഈ ഒരു രണ്ട് എക്സ്പ്രഷൻസ് സിംപ്ലിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ടേം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടു ഫൈൻഡ് 1 ബൈ മ്യൂ സീറോ ഇ ഡോട്ട് ഡെൽ ക്രോസ് ബി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ടേം എടുത്തു, ഡെൽ ഡോട്ട് ഇ ക്രോസ് ബി എന്നുള്ളൊരു ടേം എടുത്തു. എന്നിട്ട് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. ഈ സമയത്ത് ബി ഡോട്ട് ഡെൽ ക്രോസ് ഇ മൈനസ് ഇ ഡോട്ട് ഡെൽ ക്രോസ് ബി എന്ന്. ഓക്കെ, അതിൻ്റെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു വയ്ക്കുക, അത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, പ്രൊഡക്റ്റ് റൂൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതിൽ ഇങ്ങനൊരു ടേം ഉണ്ട് അല്ലേ, ഈ ഒരു ടേം ഇ ഡോട്ട് ഡെൽ ക്രോസ് ബി. ഇതാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്, ഇ ഡോട്ട് ഡെൽ ക്രോസ് ബി എന്നുള്ള ടേം. അപ്പോൾ അതിനെ മാറ്റി നിർത്തിയിട്ട് ഇത് വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അപ്പം ഈ ടേം അവിടെ നിൽക്കുക, ബി ഡോട്ട് ഡെൽ ക്രോസ് ഇ. ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഓക്കെ, സോ വിൽ ഗെറ്റ് എ ബി ഡെൽ ക്രോസ് ഇ എന്താണ്? ഇൻ ടേംസ് ഓഫ് ഫാരഡേസ് ലോ വെച്ചിട്ട് ഡെൽ ക്രോസ് ഇ എന്ന് പറഞ്ഞാൽ ഡോ ബി ബൈ ഡോ ടി ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് ഡോ ബി ബൈ ഡോ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് ബി അതുപോലെ തന്നെ എഴുതി. നൗ വി ഹാവ് ടു സിംപ്ലിഫൈ 2 ടേംസ്. ഈ ടേം സിംപ്ലിഫൈ ചെയ്യണം, അതുപോലെ എപ്സിലോൺ സീറോ ഇ ഡോട്ട് ഡോ ഇ ബൈ ഡോ ടി സിംപ്ലിഫൈ ചെയ്യണം. അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു എടുക്കുക, ഇങ്ങനൊരു ടേം എടുക്കുക, ഡോ ബൈ ഡോ ടി ഓ ബി ഡോട്ട് ബി. ഇതെങ്ങനെ ചെയ്യാം? പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ. ഫസ്റ്റ് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡോട്ട് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡോട്ട് ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഡോ ബി ബൈ ഡോ ടി ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് ഡോ ബി ബൈ ഡോ ടി. ഓക്കെ, പക്ഷേ ഈ ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ ആണ്. അതുകൊണ്ട് ഇത് രണ്ടും ഒരേ ടേമാണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുക 2 ടൈംസ് ബി ഡോട്ട് ഡോ ബി ബൈ ഡോ ടി എന്ന് എഴുതാം. ഓക്കെ, അത് വെച്ചിട്ട് ബി ഡോട്ട് ഡോ ബി ബൈ ഡോ ടി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ഈ ഒരു ടേം ഡോ ബി ബൈ ഡോ ടി ബി ഡോട്ട് ബി. ബി ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി സ്ക്വയർ ആണ്. ഓക്കെ, ഹാഫ് ഡോ ബി സ്ക്വയർ ബൈ ഡോ ടി എന്ന് വരും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇ ഡോട്ട് ഡോ ഇ ബൈ ഡോ ടി എഴുതാം. ഇനി ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ എന്താ? 1 ബൈ മ്യൂ സീറോ. ഇതിന് പകരം എന്ത് വരും? അതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ഹാഫ് മൈനസ് ഹാഫ് ഡോ ബൈ ഡോ ടി ഓഫ് ബി സ്ക്വയർ ആണ്, മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് ബി. പിന്നെ ഈ ടേം എന്ത് വരും? ഹാഫ് ഡോ ബൈ ഡോ ടി ഓഫ് ഇ സ്ക്വയർ എന്ന് വരും. സോ എല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനലി 1 ബൈ 2 മ്യൂ സീറോ ഡോ ബി സ്ക്വയർ ബൈ ഡോ ടി മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് ബി മൈനസ് ഹാഫ്
epsilon 0 dou E square by dou T. Okay. So ഇത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേം കമ്പൈൻ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഹാഫ് പുറത്തെടുക്കുക, ഡോ ബൈ ഡോ ടി പുറത്തെടുക്കുക. ബാക്കിയുള്ളത് എപ്സിലോൺ 0 ഇ സ്ക്വയർ പ്ലസ് 1 ബൈ മ്യൂ 0 ബി സ്ക്വയർ മൈനസ് ഡെൽ ഡോട്ട് 1 ബൈ മ്യൂ 0 ഡെൽ ഡോട്ട് ഇ ക്രോസ് ബി വരും. സോറി, ഇവിടെ ഒരു 1 ബൈ മ്യൂ 0 മിസ്സിംഗ് ആണ് ഈ ഒരു സെക്കൻഡ് ടേമിൽ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? ഡോ ബൈ ഡോ ടി ഡി ഡബ്ല്യു ബൈ ഡി ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ വോളിയം ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ജെ ഡി ടോ. ഓക്കെ. സോ അവിടെ കൊടുക്കുന്ന സമയത്ത് ഇ ഡോട്ട് ജെ ഇതാണ്, ഇ ഡോട്ട് ജെക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡോ ബൈ ഡോ ടി ഓഫ് വോളിയം ഇൻറ്റഗ്രൽ ഇ മൈനസ് സൈൻ പുറത്തെടുത്തു, ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ ബി സ്ക്വയർ ബൈ മ്യൂ 0 ഡി ടോ കൊടുത്തു, മൈനസ് 1 ബൈ മ്യൂ 0 വോളിയം ഇൻറ്റഗ്രൽ ഡെൽ ഡോട്ട് ഇ ക്രോസ് ബി ഡി ടോ എന്ന് കൊടുത്തു. ഓക്കെ, സെക്കൻഡ് ടേം. ഇനി ഈ സെക്കൻഡ് ടേമിന് ഡൈവർജൻസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഇ ക്രോസ് ബി ഡി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. സോ ദിസ് ഇസ് കോൾഡ് പോയിൻറ്റിങ്സ് തിയറം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? വർക്ക് ഡൺ ഓൺ ദ ചാർജസ് ഈസ് ഈക്വൽ ടു ദ ഡിക്രീസിങ് എനർജി. ഡിക്രീസിങ് എനർജി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു മൈനസ് ആണ്. ഡിക്രീസിങ് എനർജി സ്റ്റോർഡ് ഇൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. ഇതെന്ന് ശരിക്കും എന്താണ്? എനർജി സ്റ്റോർഡ് ഇൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. ഇത് എനർജി ഡെൻസിറ്റിയാണ്, യു എന്ന് പറയും. ലെസ് എന്ന് പറഞ്ഞാൽ ഈ മൈനസ് ആണ്. ലെസ് ദ എനർജി ഫ്ലോ ഔട്ട് ത്രൂ ദ സർഫസ്. സർഫസിലൂടെ പോയ എനർജി പെർ യൂണിറ്റ് വോളിയം പെർ യൂണിറ്റ് ടൈം. സോ ഇതാണ് പോയിൻറ്റിങ്സ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. നമുക്കിത് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഈ ബ്രാക്കറ്റ്, ഈ ഒരു ടേം ഇൻ്റഗ്രൻ്റ് എന്ന് പറയുന്നത് എനർജി ഡെൻസിറ്റിയാണ്. സോ യു ക്യാൻ റൈറ്റ് ഡൗൺ മൈനസ് ടി ബൈ ഡി ടി വോളിയം ഇൻറ്റഗ്രൽ യു ഡി ടോ മൈനസ് ഇത് എന്നാണ് 1 ബൈ മ്യൂ 0 ഇ ക്രോസ് ബി എന്ന് പറയുന്നത് പോയിൻറ്റിങ്സ് വെക്ടറാണ്. ദാറ്റ് ഈസ് ദ എനർജി ട്രാൻസ്പോർട്ടഡ് ബൈ ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് പെർ യൂണിറ്റ് വോളിയം പെർ യൂണിറ്റ് ടൈം. സോറി, പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. നമ്മൾ ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. എനർജി per unit time per unit area transported by the electromagnetic field. That is called Poynting's theorem, Poynting's vector. Now, in terms of Poynting's vector, S dot dA. Okay. Now, suppose if the work done, total work done is 0, or the work done in a short interval is 0, we can write down left side 0 ആയിരിക്കും, right side ഇങ്ങനെ എഴുതാം. ഓക്കെ. സോ ഈ നെഗറ്റീവ് സൈനൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻറ്റഗ്രൽ വോളിയം ഇൻറ്റഗ്രൽ ഡെൽ ഡോട്ട് എസ് ഡി ടോ പ്ലസ് ഡി യു, അതായത് ഡിഫറൻഷ്യൽ ഉള്ളിലേക്ക് ഇൻറ്റഗ്രലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ആവും ഡി യു ബൈ ഡി ടി ഡി ടോ ഈക്വൽ 0. ഇനി ഇത് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്തിട്ട് ഇവിടെയും ഇത് 0 ആവണമെങ്കിൽ ഇതിൻ്റെ ഇൻറ്റഗ്രാൻഡ് 0 ആണ്. കാരണം വോളിയം ഇൻറ്റഗ്രൽ 0 ആയിരിക്കില്ല. ഓക്കെ. സോ ഇൻറ്റഗ്രൽ ഇറ്റ്സെൽഫ്, ഇൻറ്റഗ്രാൻഡ് ഇറ്റ്സെൽഫ് 0 ആയിരിക്കും. ഇൻറ്റഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് എസ് പ്ലസ് ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഡോ യു ബൈ ഡോ ടി, ദ ചേഞ്ച് ഇൻ ദ എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് എസ്, വിച്ച് ഈസ് ദ ഡൈവർജൻസ് ഓഫ് ദി Poynting's vector. Okay. So this is called a continuity equation for energy density. Okay. So Poynting's theorem ഒരു essay ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം, Poynting's vector എന്താണെന്ന് എഴുതണം. ഓക്കെ. അതുപോലെ ഫൈനൽ ഇക്വേഷൻ, അതായത് ഡി ഡബ്ല്യു ബൈ ഡി ടിയുടെ ഈ ഇക്വേഷനും എഴുതണം ഷോർട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ. ഡെറിവേഷൻ വേണ്ട, ഈ ഒരു ഇക്വേഷൻ എഴുതാം. ഈ ഒരു ഇക്വേഷൻ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ചെറിയ ഷോർട്ട് ഇക്വേഷനെങ്കിലും എഴുതി വയ്ക്കാം. എന്നിട്ട് പറയാം യു ഇസ് ദ എനർജി ഡെൻസിറ്റി ആൻഡ് എസ് ഇസ് ദ Poynting's vector എന്ന് പറയാം. ഓക്കെ. ഡെറിവേഷൻ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് സ്റ്റെപ്സ് വേണം. Now we move on to a small portion which is called Newton's third law in electrodynamics. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സാധാരണ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും മാഗ്നറ്റോസ്റ്റാറ്റിക്സിലും ന്യൂട്ടൺസ് തേർഡ് ലോ വാലിഡ് ആണ്, ദാറ്റ് ഹോൾഡ്സ്. ഓക്കെ. ബട്ട് ഇലക്ട്രോഡൈനാമിക്സിൽ ഇത് ന്യൂട്ടൺസ് തേർഡ് ലോ വാലിഡ് അല്ല. ഓക്കെ. സോ അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഗ്രിഫിത്ത് ടെക്സ്റ്റ് ബുക്കിൽ. വളരെ ചെറിയൊരു എക്സാമ്പിളാണ്.
ഡയറക്ഷൻ പറയും. യെസ്, എക്സാമ്പിൾ ഇതാണ്. സോ യു ഹാവ് ടു ചാർജസ് Q1 ആൻഡ് Q2. ഈ ചാർജസ് ഈ ഒരു ലൈനിൽ മാത്രമേ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. അതുപോലെയാണ് ആ ചാർജസിൻ്റെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, മൂവ്മെൻറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ട്രാക്കിലാണ് ഇത് മൂവ് ചെയ്യുന്നത് എന്ന് അസ്യൂം ചെയ്യാം. സോ Q1 ഈസ് മൂവിങ് ഇൻ ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആൻഡ് Q2 ഈസ് മൂവിങ് ഇൻ ദ നെഗറ്റീവ് വൈ ഡയറക്ഷൻ. താഴോട്ടാണ് വരുന്നത്. സോ അറ്റ് സം പോയിൻറ്റ് ദിസ് two charges will meet at some point at the origin, at some time. Now so charges ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ. സോ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ വെച്ചിട്ട് നമുക്കതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അപ്പോൾ Q1 ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, അതായത് ഇൻ ടു ദ പേജ് ആയിരിക്കും. അപ്പോൾ Q1 Q2 എന്നുള്ള ചാർജിൽ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ പേജ് വെച്ചിരിക്കുന്ന അതിന് ഉള്ളിലേക്കായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇത് പുറത്തോട്ടല്ല, പേജിനുള്ളിലേക്കാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ Q1 produces a magnetic field at the position of Q2 which is in the direction into the plane of the page. ഓക്കെ, ഇനി Q2 താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ Q2 ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എത്രയാണ്? അതെങ്ങനെ കണ്ടുപിടിക്കുക? Q ഇൻറ്റു V ക്രോസ് B ആണ്. അപ്പോൾ V ക്രോസ് B എന്ന് പറഞ്ഞാൽ ഇതാണ് V ഡയറക്ഷൻ, B ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ടു ദ പേജ് ആണ്. അപ്പം V ക്രോസ് B എങ്ങനെ കണ്ടുപിടിക്കാം? റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അതായത് V എന്നുള്ള വെക്ടർ എടുത്തിട്ട് ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ എങ്ങോട്ടാണ് പോകുന്നത് നോക്കുക, ഉള്ളിലോട്ടാണോ പുറത്തോട്ടാണോ? ഓക്കെ, സോ ഈ വെക്ടർ എടുത്തിട്ട് V2 എന്നുള്ള വെക്ടർ എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് B1ലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ സ്ക്രൂ പുറത്തോട്ടാണ് വരുന്നത്. സോ അതാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. സോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കും. ഓക്കെ, ഇനി Q2 എന്നുള്ള ചാർജ് മൂവ് ചെയ്യുന്ന സമയത്ത് സോ ദാറ്റ് വിൽ ഓൾസോ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് Q1. അതെങ്ങനെയാണ്? അഗെയിൻ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. അതായത് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്പ് ഇതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനിലേക്ക് വെച്ചിട്ട് ഈ ഒരു ലൈനിനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫിംഗേഴ്സ് ഏത് സൈഡിലേക്കാണ് കേൾ ചെയ്യുന്നത് നോക്കുക, ആ ഡയറക്ഷനായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ Q2 ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ടാണ് വരുന്നത്, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേജ്. ഓക്കെ, B2 പുറത്തോട്ടാണ്. അതുപോലെ Q1 ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ Qയിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ Q ഇൻറ്റു V1 ക്രോസ് B2. ഓക്കെ, അപ്പോൾ V1 ക്രോസ് B2ൻ്റെ ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. V1 ക്രോസ് B2ൻ്റെ ഡയറക്ഷൻ ഏതാ? V1 വെക്ടർ എടുത്തിട്ട് ഇങ്ങോട്ട് തിരിക്കുക. ഓക്കെ, ഒരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ തിരിക്കുന്ന പോലെ V ഉള്ള വെക്ടർ എടുത്തിട്ട് ഇങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് സ്ക്രൂ മേലോട്ടാണ് വരിക. സോ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് അപ്വേർഡ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസിലും മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ദേ ആർ നോട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. ഒന്ന് ഈ ഡയറക്ഷനാണ്, ഒന്ന് അപ്വേർഡ് ഡയറക്ഷനാണ്. ഓക്കെ, സോ ന്യൂട്ടൺസ് ലോ, തേർഡ് ലോ പറയുന്നത് ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിന് എക്സാക്ട്ലി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം ഈ ഫോഴ്സ് എന്നുള്ളതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നത്. പക്ഷേ ഇവിടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും ദേ ആർ നോട്ട് ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഇലക്ട്രോഡൈനാമിക്സിൽ ന്യൂട്ടൺസ് തേർഡ് ലോ ഹോൾഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതിനൊരു ചെറിയൊരു എക്സാമ്പിളാണ് ഈ പറഞ്ഞൊരു സിസ്റ്റം. ഓക്കെ, സോ ബട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിലും അതുപോലെ തന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലും ന്യൂട്ടൺസ് തേർഡ് ലോ വാലിഡ് ആണ്. ഓക്കെ, താങ്ക് യു.